എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലഞ്ചിന് നാടൻ ഒരു ഊണിൻ്റെ റെസിപ്പി, പിന്നെ വൈകിട്ട് അവോക്കാഡോ ചപ്പാത്തി ഗ്രിൽഡ് ചിക്കൻ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഇത് മാവൊക്കെ ഞാൻ അരച്ച് വെച്ച് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തേക്കുന്ന കാരണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അരിപ്പൊടി കലക്കി ഉണ്ടാക്കിയ അപ്പമല്ല, ഇത് നമ്മൾ അരിയും തേങ്ങയും അരച്ചിട്ടുണ്ടാക്കുന്ന അപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് അപ്പമാണ്. കൂടെ നല്ല നാടൻ മുട്ടക്കറിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ടൊരു മരത്തിലൊരു കിളിക്കൂടാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള നീല മുട്ടകളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാനിത് പോസ്റ്റ് ചെയ്ത സമയത്ത് പലരും ചോദിച്ചിരുന്നു ഞാനിത് പെയിൻറ്റ് ചെയ്ത് വെച്ചാണോ എന്നല്ല, ഇത് റിയലായിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ ഇത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ പുറത്തു പോയി. കുറച്ച് നാളായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട്. ഇതിവിടെ റോബിൻ ബേർഡ് എന്ന് പറഞ്ഞൊരു കിളി, നമ്മുടെ നാട്ടിലെ മാടത്ത മൈന എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെയുള്ള ഒരു കിളിയുടെ മുട്ടയാണ്. നല്ല രസമാണ് കാണാൻ. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാനായിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. 2 ദിവസം മുമ്പ് നല്ല മഴയും കാറ്റായിരുന്നു. അപ്പോൾ കുറച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ട്, എല്ലാം ഒന്ന് കഴുകി വിടുകയാണ്. ഇനി ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ചുരയ്ക്ക് കൊണ്ടൊരു പുളിശ്ശേരിയും പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് ഒരു സാമ്പാറും തയ്യാറാക്കുന്നുണ്ട്. പിന്നെ മത്തി വറുത്തത്. അപ്പോൾ ഫ്രഷ് നമുക്കങ്ങനെ കിട്ടത്തില്ല, ഫ്രോസൺ മത്തി ഡെയിലി ഡിലൈറ്റിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആലപ്പുഴയിൽ നിന്ന് വരുന്നതാണ്. അത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ഓൾറെഡി ക്ലീൻ ആക്കിയ മത്തിയാണ്. ഇനി അത് അല്പസമയം വെള്ളത്തിലിട്ട് വെക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് തുവരപ്പരിപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കഷ്ണം പെരിങ്കായം, അല്പം വെളിച്ചെണ്ണ, 2 പച്ചമുളക്, ഉപ്പും ചേർത്ത് 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കും. പരിപ്പ് നല്ലപോലെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. കാരണം എനിക്ക് ഈ കുക്കർ കഴുകിയിട്ട് അടുത്ത കറി വെക്കുന്നതിനായിട്ട് എടുക്കാനാണ്. സാമ്പാറിൻ്റെ കൂടെ പുളിശ്ശേരി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് വെക്കുന്നത് ചുരയ്ക്ക കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. നമുക്ക് നാട്ടിൽ അത്രയും വെറൈറ്റി പച്ചക്കറികൾ ഇവിടെ കിട്ടത്തില്ല. ഇന്ത്യൻ സ്റ്റോറിൽ നമ്മുടെ കണിവെള്ളരിയും അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ചുരയ്ക്ക കൊണ്ടാണ് എപ്പോഴും പുളിശ്ശേരി വെക്കുന്നത്. ഒരു ചുരയ്ക്ക നല്ല തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ചുരയ്ക്ക കൊണ്ടുള്ള പുളിശ്ശേരിയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇനി ചുരയ്ക്ക വേകുന്ന സമയം കൊണ്ട് സാമ്പാറിനുള്ള പച്ചക്കറി എൻ്റെ അടുത്തുള്ളതെല്ലാം അതും ഒന്ന് അരിഞ്ഞെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. പിന്നെ ആവശ്യത്തിനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഹൈ പ്രഷറിൽ ഒരു 8 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. അത് വേവിക്കുന്നതിനായിട്ട് വെക്കാം. ഇനി ഈ സമയം കൊണ്ട് ഞാൻ മീനൊന്ന് വൃത്തിയാക്കി എടുത്തു. അതിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങാനീര്, ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കാം. ഇനി മസാല എല്ലാം ഒന്ന് പിടിക്കുന്നതിനായിട്ട് 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിലേക്ക് ഒരു പിടി തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ചുരയ്ക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് അല്പം വറ്റിച്ചെടുക്കണം, അപ്പോഴേ ആ ഒരു കുറച്ചും കൂടെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം. ഇനി ആ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറുന്നതിനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് തൈര് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് പിരിഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായിട്ട് അല്പം കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ ചുരയ്ക്ക പുളിശ്ശേരിയും റെഡിയായി. ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിയാണ്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ബോട്ടിൽ വെച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി അത് പൊടികളെല്ലാം ചേർത്ത് സാമ്പാറാക്കി എടുക്കാം. ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, ജീരകം പൊട്ടിച്ചെടുക്കുക. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ചേർത്തു. ഒരു പിടി ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഒരു 4 വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടെ ഒന്ന് പകുതി വേവിച്ചെടുത്തു. നമ്മൾ വാങ്ങിക്കുന്ന സാമ്പാർ പൊടി ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടികൾ ചേർത്തിട്ടാണ് എപ്പോഴും സാമ്പാർ തയ്യാറാക്കുന്നത്.
മെയിനായിട്ട് പെരുങ്കായം ചേർക്കും. അതാണ് നല്ല ടേസ്റ്റ് നമുക്ക് സാമ്പാറിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അല്പം കായത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പിന്നെ വേവിച്ച പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണേൽ കുറച്ചും കൂടി ഉപ്പും ചേർക്കാം. അതുപോലെ ഒരുപാട് കുറുകിയിരിക്കുകയാണ്, അല്പം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. അവസാനമായിട്ട് വളരെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാവും. നല്ല മണവും ടേസ്റ്റൊക്കെയുള്ള ഒരു അടിപൊളി സാമ്പാറാണ്. അപ്പം ഞാനിത് എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാക്കും, അടുത്ത ദിവസത്തേക്കും കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മത്തി ഞാൻ പുറത്ത് വെച്ചിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഊണ് കഴിക്കാൻ എല്ലാ കറികളെല്ലാം റെഡിയായി. ഞാനിത് സമ്മറിലെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഒരു 2 മാസമായി. ഇപ്പോൾ ഇവിടെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് തണുപ്പ് തുടങ്ങി. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് 2.5-3 മാസമാണ് നല്ല കാലാവസ്ഥയുള്ളത്. അതിൽ ചൂടും തണുപ്പുമായിട്ട് മിക്സ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള 8-9 മാസവും തണുപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു 2-3 മാസക്കാലമാണ് നമ്മൾ പുറത്തിറങ്ങി ഇരിക്കാനും അതുപോലെ സ്കൂൾ വെക്കേഷനൊക്കെ ആ സമയത്തായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാനൊക്കെ പറ്റിയ സമയമാണ്. സമ്മറിൽ ഞങ്ങൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ വെളിയിൽ ഇരുന്നിട്ടാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്. നമ്മളെപ്പോഴും ചോറ് വെക്കുന്നത് മട്ടേരിയുടെ ചോറാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണിത്. സാമ്പാറും പിന്നെ പുളിശ്ശേരിയും മീൻ വറുത്തതും പിന്നെ കുറച്ച് അച്ചാർ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ മട്ടേരിയുടെ കൂടെ ആയിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അപ്പൂസ് ചോറ് തൊടത്തില്ല, രാവിലെ കുറച്ച് അപ്പം കഴിച്ചതേ ഉള്ളൂ. അപ്പം എന്നാലും നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്ന് കഴിപ്പിക്കാൻ നോക്കിയാണ്. ആൾക്കത് എരിവായി. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പണികളും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് കഴിയത്തില്ല. അപ്പോൾ എപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 ദിവസത്തേക്കാണ് ഞാൻ ആക്കി വെക്കുന്നത്. കറികൾ ഉണ്ടാക്കി ചൂടാറി കഴിയുമ്പോൾ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും വേണം. ഇനി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അല്ലെങ്കിൽ നമുക്കിനി വൈകിട്ട് ഞാൻ അവോക്കാഡോ ചപ്പാത്തി ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. പണികൾക്കൊപ്പം നമ്മൾ വീഡിയോയും കൂടെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പം പിന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് ഒന്ന് പുറത്ത് പിള്ളേരെയും കൊണ്ട് പാർക്കിലൊക്കെ ഒന്ന് പോകണം. പിന്നെ സമ്മർ ടൈം ആകുമ്പോൾ ഒരു 9-10 മണി വരെ നല്ല വെട്ടം കാണും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും വൈകോളം ഇവർക്ക് മറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ബിസി ആയിരിക്കും. ഞാൻ ഈ ഒരു സൈസ് നന്നായി പഴുത്ത 2 ഹാഫ് അവോക്കാഡോ ആണ് എടുത്തത്. ഇത് ഓർഗാനിക് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതാണ്. അതാണ് 2 എണ്ണം എടുത്തത്. അത് നല്ലതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് കുഴയ്ക്കാനായിട്ട് സ്റ്റാൻഡ് മിക്സർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് നല്ലതുപോലെ ഉടച്ചെടുത്തത്. അത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിക്കകത്തേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊരു ബട്ടർ പോലെയാണല്ലോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇത് വളരെ ഹെൽത്തിയാണ്, പക്ഷേ ഒരുപാട് നല്ലതാണെന്ന് വിചാരിച്ച് കൂടുതൽ അളവിൽ ചേർത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഡൈജസ്റ്റ് ആകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചപ്പാത്തി മാവ് റെഡി ആകുമ്പോൾ അത് അടച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചിക്കന് വേണ്ടിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. മസാലയൊക്കെ കുറച്ച് മൈൽഡായിട്ടാണ് ചേർത്തിരിക്കുന്നത്. എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടി ചേർക്കാം. ഇതിലേക്ക് 1 പിടി മല്ലിയില ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് ചതച്ചെടുക്കാം. ആ ചതച്ചെടുത്ത മസാല അതിനോടൊപ്പം കുറച്ച് മുളക് പൊടി, അല്പം പെരുംജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, 1 നാരങ്ങയുടെ പകുതി. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കണം. ഇതെല്ലാം കൂടാണ് ഇനി ചിക്കനിലേക്ക് പുരട്ടി എടുക്കാൻ പോകുന്നത്. തൈരും നാരങ്ങാനീരും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ മസാല എല്ലാം വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മസാല പിടിക്കുന്നതിനായിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും മസാല പിടിക്കുന്നതിനായിട്ട് വെക്കണം. അതിനുശേഷം ഓവനിൽ വെച്ച് 400 ഡിഗ്രി ഫാരനൈറ്റിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തു. 2 സൈഡും കൂടെ 35-40 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടി. ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെയാണ് ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പോൾ അവസാനം റെഡി ആയി കഴിയുമ്പോൾ ഒരു അല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും.
അവക്കാഡോ കുറച്ച് സമയം കഴിയുമ്പോൾ നിറം മാറുമല്ലോ, അതുപോലെ നമ്മൾ മാവിൽ വെക്കുമ്പോഴും ഓക്സിഡൈസ് ആയിട്ട് കുറച്ചൊന്ന് നിറം മാറും. അപ്പോൾ അത് കാരണം ഒന്നുകിൽ അത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക, അല്ലെങ്കിൽ കുറച്ച് എണ്ണ തൂത്ത് വെച്ചാലും മതി. ഇവിടെ എൻ്റെ മക്കൾ രണ്ടുപേരും അവക്കാഡോ കഴിക്കില്ല, പക്ഷെ ഞാൻ ഇതുപോലെ ചപ്പാത്തിയിലാക്കി കൊടുത്താൽ അവർക്ക് അറിയത്തുമില്ല, അവർ കഴിച്ചോളും. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ പുറത്തൊന്ന് ചുമ്മാ നടക്കാനൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങും. തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അപ്പോൾ പിള്ളേർക്ക് അവിടെ കളിക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു കോളിഫ്ലവർ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാനും നല്ലതാണ്. വളരെ സോഫ്റ്റാണ്. ഞാനിതിൽ നെയ്യോ ബട്ടറോ ഒന്നും തൂത്തിട്ടില്ല. വളരെ സോഫ്റ്റാണിത്. I've been sailing at the end of the water, long as I can remember, never knowing why. Bouncy tire, I know. Super bouncy tire, bouncy tire, I come back to water, never knowing why. Bouncy tire, every trail I track, every path I make, and I won't leave back to a place I know where I can. 8:30 ആയപ്പോൾ തിരിച്ചു വന്നു. നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 8:30 സമയമാണ്. All good? Shall we go home? Yeah. Green. Yeah, green. George. George blue. George blue. Daddy pick green. Daddy pick green. Daddy pick purple. Daddy pick green. Daddy pick candy. Yeah, Daddy Pig is jumping up and down magic puddles. And I do boots. Yeah, you need boots. Let's find boots. 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 Yeah, now for Daddy Pig in a car.